ഹായ്, ഡോക്ടർ പ്രമോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കാലത്തിനൊത്ത് കോലവും മാറണം എന്നൊരു ചൊല്ലുണ്ട്. നമ്മുടെ സമൂഹം അനവധി മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ലൈംഗിക ജീവിതത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എങ്കിലും ഈ കാലഘട്ടത്തിലും ചില അബദ്ധധാരണകൾ വെച്ച് പുലർത്തുന്ന ധാരാളം ചെറുപ്പക്കാർ നമ്മുടെ ഇടയിലുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഞെട്ടരുത്. ആദ്യ രാത്രി എങ്ങനെ ആയിരിക്കണം? ഇപ്പോഴും അതേപ്പറ്റി ആകുലപ്പെടുന്ന അനവധി പേരുണ്ട്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ജനറൽ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും റെഫർ ചെയ്ത ഒരു കേസ് ഇവിടെ എത്തിയപ്പോൾ അവരുടെ അനുഭവങ്ങളിൽ നിന്നും മനസ്സിലായത്. കല്യാണം കഴിച്ചിട്ട് 2 ആഴ്ചയായിരുന്നുള്ളൂ. ആദ്യ രാത്രി തന്നെ ബന്ധം നടന്നു. പക്ഷേ അന്ന് രാത്രി തന്നെ ഏതാണ്ട് 12:30 മണിക്ക് പെൺകുട്ടിയെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടേണ്ട അവസ്ഥ വന്നു. സിവിയറായിട്ടുള്ള ബ്ലീഡിങ്, പെയിൻ, അനങ്ങാൻ വയ്യാത്ത അവസ്ഥ. പെട്ടെന്ന് തന്നെ വണ്ടിയെടുത്ത് കല്യാണ രാത്രിയിൽ തന്നെ ഹോസ്പിറ്റലിലെത്തേണ്ട ഗതികേടാണ് ഉണ്ടായത്. അവിടെ ചെന്നു. ഡോക്ടർ ഒരു ശസ്ത്രക്രിയ തന്നെ ചെയ്യേണ്ടി വന്നു ആ പെൺകുട്ടിയുടെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ. അങ്ങനെ 2 ദിവസം അവിടെ കിടന്നു. 3-ാം ദിവസം ഡിസ്ചാർജായി. ഡിസ്ചാർജ് ആയപ്പോഴാണ് ഗൈനക്കോളജിസ്റ്റ് റെഫർ ചെയ്തത്, നിങ്ങളൊരു സെക്സോളജിസ്റ്റിനെ കാണും, നിങ്ങൾക്ക് ലൈംഗിക കാര്യങ്ങളിൽ ധാരാളം അറിവ് കുറവുണ്ട്, അജ്ഞതയുടെ പ്രശ്നങ്ങളുണ്ട്. ആ ഗൈനക്കോളജിസ്റ്റ് വളരെയേറെ സമയമെടുത്ത് പെൺകുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. അതുകൊണ്ടാണ് റെഫർ ചെയ്തത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നല്ലേ. കല്യാണം കഴിച്ച വ്യക്തി, പുരുഷൻ, ഒരു നാട്ടമ്പുറത്തുകാരനായ പയ്യൻ, പഠനത്തിൽ വളരെ മിടുക്കൻ, ഒരു പുസ്തകപ്പുഴുവായിരുന്നു എന്ന് പറയാം. ഉയർന്ന റാങ്കിൽ ബിരുദാനന്തര ബിരുദവും നേടി ഒരു അധ്യാപകനായി കോളേജിൽ ജോലി ചെയ്യുന്നു. ഇതെല്ലാം ശരിയായതിന് ശേഷമാണ് കല്യാണം. പക്ഷേ ബാഹ്യലോകവുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. വളരെ സ്റ്റുഡിയസാണ്. എപ്പോഴും പഠനവും വായനയും അത്തരം കാര്യങ്ങളിൽ ആൾ വ്യാപൃതനാണ്. പക്ഷേ കൂട്ടുകാരോട് കല്യാണത്തിന് മുമ്പ് തന്നെ പലരോടും ചോദിച്ചു. ഇതിനെപ്പറ്റി വലിയ വിവരമൊന്നുമില്ല. അപ്പോൾ ആരൊക്കെയോ പറഞ്ഞു കൊടുത്തിടാ, ആദ്യ രാത്രിയിൽ തന്നെ പണി പറ്റിക്കണം, എന്നാലേ നീയൊരാണാണെന്ന് അവൾക്ക് ബോധ്യപ്പെടുകയുള്ളൂ, ഇല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ആളിനൊരു ഉത്കണ്ഠ, ഞാൻ അങ്ങനെ ശ്രമിച്ചാൽ ശരിയാവൂ, എനിക്കിതേപ്പറ്റി യാതൊരു എക്സ്പീരിയൻസും ഇല്ല, അറിയില്ല, ഞാൻ എന്ത് ചെയ്യും? അപ്പോഴാണ് മറ്റൊരു സുഹൃത്ത് പറഞ്ഞു കൊടുത്തത്, നിനക്ക് പേടിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഒരു വയാഗ്ര വാങ്ങിച്ചങ്ങ് കഴിക്കുക, ശരിയാവും. അപ്പോൾ അടുത്തൊരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് കല്യാണത്തിന് മുമ്പ് തന്നെ ചോദിച്ചു, വയാഗ്ര ഗുളിക കിട്ടുമോ? കിട്ടും. എത്രയാണ് വേണ്ടത്? അത് ഏറ്റവും കൂടിയ പവർ കൂടിയത് തന്നെ തന്നേരും. അങ്ങനെ 100 മില്ലിഗ്രാമിൻ്റെ ഒരു വയാഗ്ര ഗുളിക, ഒന്നല്ല 4 എണ്ണത്തിൻ്റെ സ്ട്രിപ്പാണ്, അതും വാങ്ങി നേരത്തെ തന്നെ സ്റ്റോക്ക് ചെയ്തു. കല്യാണമൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റിൽ തന്നെ കൂട്ടുകാർ പറഞ്ഞതാണ് മനസ്സിലേക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഒരു 11:30 മണിയായപ്പോൾ ബെഡ്റൂമിൽ കയറി. അതിനൊരു 2 മണിക്കൂർ മുമ്പേ ആളെ ഗുളികയൊക്കെ കഴിച്ച് തയ്യാറെടുത്തിരിക്കുകയാണ്. പെൺകുട്ടിയുമായിട്ട് വലിയ പരിചയമൊന്നുമില്ല. പെൺകുട്ടി ഒരു നേഴ്സാണ്, വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ കല്യാണത്തിന് മുമ്പ് ഇവർക്ക് ഒരു പ്രാവശ്യം കാണാനുള്ള അവസരമേ ഉണ്ടായിട്ടുള്ളൂ. ഇദ്ദേഹം അല്പം അന്തർമുഖ വ്യക്തിത്വത്തിൻ്റെ ഉടമയായതുകൊണ്ട് തന്നെ അധികം ഫോൺ വിളികളും സമ്പർക്കമൊന്നും ഉണ്ടായിട്ടില്ല. 1-2 പ്രാവശ്യം വിളിച്ചു കുശലം ചോദിച്ചു എന്നതിനപ്പുറത്ത് ഒരു സൗഹൃദമൊന്നും അവരുടെ ഇടയിൽ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പെൺകുട്ടിക്ക് സെക്സിനോട് അല്പം ഭയവും ഒക്കെ ഉണ്ട്. ഫസ്റ്റ് നൈറ്റിലൊരു സെക്സിലേക്ക് കിടക്കുന്നതിനെപ്പറ്റി ധാരാളം ആകുലതയുള്ള പെൺകുട്ടിയായിരുന്നു. എങ്കിലും ഇദ്ദേഹം നിർബന്ധിച്ചു, നമുക്ക് ഫസ്റ്റ് നൈറ്റിൽ തന്നെ വേണം, ഇതാണ് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അന്ന് അല്പം ബലപ്രയോഗത്തിലൂടെ തന്നെ ആ ബന്ധം നടന്നു. ഈ വയാഗ്രയൊക്കെ കഴിച്ചതുകൊണ്ട് വളരെ പവർഫുള്ളായിരുന്നു.
എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഈ കുട്ടിയുടെ കന്യാചർമ്മം അല്പം തിക്കായിട്ടുള്ള ഒരു കന്യാചർമ്മമായിരുന്നു. ആ ഹൈമൻ റപ്ചറായി നല്ല ബ്ലീഡിങ് വന്നു, ബ്ലീഡിങ്ങും പെയിനും വന്നു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, അയ്യോ നിർത്ത്, എനിക്ക് വേദനിക്കുന്നു, എന്തോ മുറിഞ്ഞ പോലെ തോന്നുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടും ആൾ നിർത്തിയില്ല, വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ വയഗ്ര ഗുളിക കഴിച്ചതുകൊണ്ട് ഇജാക്കുലേഷൻ വരാനും വൈകി. അത് ചിലപ്പോൾ ഇജാക്കുലേറ്ററി ഡിലേ ചില ആൾക്കാരിലുണ്ടാക്കും. അങ്ങനെയും സംഭവിച്ചു. പെൺകുട്ടി കിടന്ന് നിലവിളിച്ചിട്ടും നിർത്താതെ അവസാനം ആ പെൺകുട്ടി ആളിനെ തള്ളി മാറ്റേണ്ട അവസ്ഥ വന്നു. അത് കഴിഞ്ഞ് വാഷ്റൂമിൽ പോയി കഴുകിയിട്ടുമൊന്നും ബ്ലീഡിങ് നിൽക്കാതിരുന്നപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ധാരണ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരാരോ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കാം, ആദ്യ രാത്രി തന്നെ കാര്യം സാധിക്കണം, എങ്കിലേ നിന്നെപ്പറ്റി ഒരു മതിപ്പുണ്ടാവുള്ളൂ, നീ ഒരാണാണ് എന്ന് തോന്നുള്ളൂ. അപ്പോൾ തനിക്ക് തോന്നി തൻ്റെ പുരുഷത്വം തെളിയിക്കണമെങ്കിൽ ഇത് ആവശ്യമാണ്. ഇനി പുരുഷത്വം അല്പം കൂട്ടാനായിട്ടൊരു വയഗ്ര, അതും ഏറ്റവും പവർഫുള്ളായിട്ടുള്ളത് വാങ്ങി അങ്ങ് കഴിച്ചു. അതിനുശേഷം സിവിയറായിട്ടുള്ള ഹെഡേക്കും മറ്റ് അസ്വസ്ഥതകളൊക്കെ പുറകെ വരികയും ചെയ്തു. അങ്ങനെ പെൺകുട്ടിയെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട അവസ്ഥ വന്നു. ഇപ്പോൾ വയഗ്ര കഴിച്ചുകൊണ്ട് മാത്രമല്ല, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ വെജീനൽ ടിയറൊക്കെ വരാനുള്ള ചാൻസ് ചില കേസുകളിലുണ്ട്. അതില്ലാത്തതല്ല, നോർമലിയും വരാം. പക്ഷേ ആദ്യ രാത്രിയിൽ തന്നെ ബന്ധപ്പെടണം എന്ന് നിർബന്ധം പിടിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. ഈ ഒരു ബന്ധം വേണ്ടത് ഈ ഇരു വ്യക്തികളും തമ്മിൽ എപ്പോഴാണ് നല്ലൊരു സൗഹൃദത്തിലേക്ക്, സ്നേഹവും ശരീരവും പങ്കുവയ്ക്കാനായിട്ട് അവർ തയ്യാറാകുന്നത്, അപ്പോൾ മാത്രമായിരിക്കണം അങ്ങനെ ഒരു ബന്ധത്തിന് ആരംഭം കുറിക്കേണ്ടതുള്ളൂ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.